സ്റ്റാർബക്സ് എന്ന് കേൾക്കാത്തവർ ചുരുക്കമേ കാണും. എങ്കിലും അറിയാത്തവർക്കായി ഞാനൊന്ന് പറഞ്ഞുതരാം. വാഷിംഗ്ടണിലെ സിയാറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ കോഫി കമ്പനിയാണ് സ്റ്റാർബക്സ്. വിവിധ തരത്തിലുള്ള വെറൈറ്റി കോഫികളാണ് സ്റ്റാർബക്സിൻ്റെ പ്രത്യേകത. മാത്രമല്ല എല്ലാം നല്ല കോസ്റ്റ്ലിയുമാണ്. 1971 ജെറി ബാഡ്വിൻ, സെഫ് സീഗൽ, ഗോൾഡൻ ബൗക്കർ എന്നിവർ ചേർന്നാണ് സ്റ്റാർബക്സ് സ്ഥാപിച്ചത്. വാഷിംഗ്ടണിലെ സിയാറ്റിലെ പൈക്ക് പ്ലേസ് മാർക്കറ്റിലാണ് ആദ്യമായി സ്റ്റാർബക്സ് സ്ഥാപിച്ചത്. ഹെർമൻ മെൽവില്ലയുടെ മോവി ഡക്കിലെ ആദ്യ പങ്കാളിയായ സ്റ്റാർബക്കിൻ്റെ പേരിൽ നിന്നാണ് കമ്പനിയുടെ പേർ വന്നെന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് സ്റ്റാർബക്സിന് 80-ലധികം രാജ്യങ്ങളിലായി 35,000-ൽ മേലെ ഔട്ട്ലെറ്റുകളുണ്ട്. ഇന്ത്യയിൽ സ്റ്റാർബക്സ് പ്രവർത്തിക്കുന്നത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സുമായി ഒരു സംയുക്ത സംരംഭമായിട്ടാണ്. 2024 കണക്കനുസരിച്ച് $31.34 ബില്യൺ സ്റ്റാർബക്സിൻ്റെ അസറ്റായി കണക്കാക്കുന്നത്. ഇന്ന് നിരവധി പേർ സ്റ്റാർബക്സിൻ്റെ ഫ്രാഞ്ചൈസി എടുത്ത് ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ആക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും നിരവധി ആൾക്കാർ ഇതിനായി മുന്നോട്ട് വരുന്നു. എങ്ങനെ നമുക്ക് സ്റ്റാർബക്സിൻ്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കാം? നമുക്ക് നോക്കിയാലോ. അതിനായി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടാറ്റ സ്റ്റാർബക്സ് എന്നൊരു വെബ്സൈറ്റിൽ പോയി ഒരു അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൺലൈനായോ അല്ലെങ്കിൽ മെയിൽ വഴിയോ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ഫുൾ ഡീറ്റെയിൽസും അതിലുണ്ടായിരിക്കണം. അങ്ങനെ അവർക്ക് എലിജിബിൾ ആണെന്ന് നിങ്ങൾ തോന്നിയാൽ അവർ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങളെ ക്ഷണിക്കും. നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാവുന്നതാണ്. ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അടുത്ത ഘട്ടം നിങ്ങൾക്ക് പരിശീലനം നൽകും എന്നതാണ്. എങ്ങനെയാണ് ഒരു സ്റ്റാർബക്സ് കഫേ പ്രവർത്തിക്കുന്നതെന്നും എങ്ങനെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാമെന്നൊക്കെ അവർ പരിശീലനത്തിൽ നൽകും. പരിശീലനം പൂർത്തിയായതിനു ശേഷം സ്റ്റാർബക്സ് ലൈസൻസ് ഉള്ള ഒരു സ്റ്റോർ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ഒരു കരാറിൽ ഒപ്പിടേണ്ടതായിട്ട് വരും. ആ കരാറിൽ സ്റ്റാർബക്സിൻ്റേതായ നിബന്ധനകൾ അവർ ചേർത്തിട്ടുണ്ടാവും. ആ നിബന്ധനകൾ അനുസരിച്ച് മാത്രമേ നിങ്ങൾക്കൊരു സ്റ്റാർബക്സ് ഔട്ട്ലെറ്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തുടങ്ങുന്ന ഔട്ട്ലെറ്റ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ കീഴിൽ തന്നെയായിരിക്കും. അവർ മറ്റു പുറത്ത് ഫ്രാഞ്ചൈസികൾ നൽകുന്നില്ല. അവരുടെ അണ്ടറിൽ തന്നെ ആയിരിക്കണം സ്റ്റാർബക്സ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ടാറ്റ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ഔട്ട്ലെറ്റ് തുടങ്ങി നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കും. സ്റ്റാർബക്സ് വ്യക്തിഗത ഫ്രാഞ്ചൈസികൾ നൽകുന്നില്ല. പക്ഷേ കമ്പനി അംഗീകൃതവും ലൈസൻസുമുള്ള ഒരു കോഫി സ്റ്റോർ തുടങ്ങുവാൻ അവരുടെ സൈറ്റിൽ ആർക്ക് വേണമെങ്കിലും അപേക്ഷ നൽകാം. എന്ന് വിചാരിച്ച് പൂർണ്ണമായും നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റില്ല എന്നല്ല, നിങ്ങളുടെ അണ്ടറിൽ ആയിരിക്കില്ല എന്നാണ്. ടാറ്റ സ്റ്റാർബക്സിൻ്റെ കീഴിലായിരിക്കും നിങ്ങൾ തുടങ്ങുന്ന ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ കീഴിൽ ആർക്ക് വേണമെങ്കിലും സ്റ്റാർബക്സിൻ്റെ ഔട്ട്ലെറ്റ് ആരംഭിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ KFCയുടെ ഒരു ഫ്രാഞ്ചൈസി എങ്ങനെ തുടങ്ങാമെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നു. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നിങ്ങളൊരു സ്റ്റാർബക്സ് ഔട്ട്ലെറ്റ് തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത് തുടങ്ങുവാൻ പാടുള്ളൂ.